നമസ്കാരം. സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാഹനം ഇൻഡിക്ക V2 ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ വാഹനം കാണാൻ നല്ല ലുക്കുണ്ട്. അലോയ് വീലും ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റും മറ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ടയർ പോർഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ വാഹനം കൊടുത്ത ആളോ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രധാന പോരായ്മയാണ് ഈ വീഡിയോയിൽ എടുത്തു കാണിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ വാഹനത്തിൻ്റെ ടയർ പോർഷൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഏകദേശം 12 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ടയറാണ്. 2011 ടയറാണ്. ഇപ്പോൾ 2024 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടയറിൻ്റെ വാറൻറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 6 വർഷം വരെയാണ്. അത് ടയർ ഓടിയാലും ഇല്ലെങ്കിലും ഈ വാഹനത്തിൻ്റെ ടയർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ടയർ ഇടയ്ക്കിടയ്ക്ക് വെടിച്ച് ബഡ്ജായിട്ടുണ്ട്, എന്തായാലും വന്ന് കീറിയിട്ടുണ്ട് ടയർ. പക്ഷേ ഈ വാഹനം വാങ്ങിയ വ്യക്തിയോ അല്ലെങ്കിൽ വാഹനം കൊടുത്ത ഓണറോ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. പലരും ആദ്യമേ നോക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണോ എന്നാണ്. അതുകൂടാതെ ലോ കിലോമീറ്റർ, ടയറിൻ്റെ ഗ്രിപ്പ്, മറ്റ് ഓൾട്രേഷൻ വർക്കുകൾ. എന്നാൽ ടയറിൻ്റെ ഗ്രിപ്പ് നോക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ. മാനുഫാക്ചറിങ് ഇയർ നോക്കാതെ വാങ്ങുന്ന വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം, അതായത് മാനുഫാക്ചറിങ് ഇയർ 6 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഏതൊരു വാഹനമാണെങ്കിലും ആ ടയറിട്ട് ഓടുകയാണെങ്കിൽ ഓട്ടത്തിൽ ടയർ വെടി തീരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുവഴി മറ്റു പല അപകടങ്ങളിലേക്കും നയിക്കാവുന്ന സാഹചര്യം വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഈ വാഹനത്തിൻ്റെ മുൻവശത്തെ 2 ടയറിനും ഇയർ കാണുവാനായിട്ടില്ല. അതുകൂടാതെ പുറകിലത്തെ ഈ കാണുന്ന ടയർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മാനുഫാക്ചറിങ് ഇയർ 25/2011, അതായത് 25-ാമത്തെ ആഴ്ച 2011-ാമത്തെ വർഷം. ഏകദേശം 13 വർഷത്തോളമാവുന്നു ഈ ടയറിൻ്റെ പഴക്കം. അതുകൂടാതെ ഈ കാണുന്ന ഇടതുവശത്തെ ടയർ, വാഹനത്തിൻ്റെ പുറകിലത്തെ ഇടതുവശത്തെ ഗ്രിപ്പ് കൂടിയ ടയർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ടയറിന് ഇയർ നോക്കിയാൽ മനസ്സിലാവും എത്ര വർഷം പഴക്കമുണ്ടെന്ന്. എന്നാൽ ആദ്യം കണ്ട ടയറിൻ്റെ അത്ര കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ കൂടിയും ഈ ടയർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 25/2013 ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ കാണിക്കുന്നത്. ഏകദേശം 11 വർഷത്തോളമാവുന്നു ഈ ടയറിൻ്റെ പഴക്കം. ഇത്രയും പഴക്കം കൂടിയ ടയറിട്ട് വാഹനം ഓടുന്ന സമയത്ത് നൈട്രജൻ ആണെങ്കിലും സാധാ എയർ ആണെങ്കിൽ കൂടിയും ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിലപ്പോൾ ടയർ വെടി തിരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ടയർ പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഇരിക്കുന്നവർക്ക് മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടുതലാണ്. നിങ്ങളുടെ വാഹനത്തിനും ഇത്രയും പഴക്കം ചെന്ന ടയർ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത ശേഷം പുതിയ ടയർ ഇടുന്നതായിരിക്കും ബെറ്റർ. ഒരു കാരണവശാലും റീസോൾവ് ചെയ്ത ടയർ യൂസ് ചെയ്യരുത്. സസ്പെൻഷൻ്റെയും ബുഷിൻ്റെയും തേയ്മാനത്തെ സാരമായി അത് ബാധിക്കും. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക.